ആർട്ട് ഫൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് റേസിസം, അതായിരുന്നു നമ്മുടെ സബ്ജക്റ്റ്. ഈ പ്രാവശ്യം നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അത്യാവശ്യം സന്തോഷമുള്ള ഒരു കാര്യം, അതായത് നമുക്ക് തന്നെ നമ്മളോട് അഭിമാനം തോന്നുന്ന ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതായത് ഞാനൊരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഷോപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മൂന്ന് കസ്റ്റമറുടെ കാര്യങ്ങളാണ് പറയാനായിട്ട് പോണത്. മൂന്നല്ല, ഒരുപാട് കസ്റ്റമറുടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആർട്ട് ഫൈവ് 5 മിനിറ്റ് നമ്മുടെ പരിപാടി തീർക്കണം. അപ്പൊ ഒരു മൂന്ന് കസ്റ്റമറുടെ കാര്യം പറയാം. കാരണം ഈ മൂന്ന് കസ്റ്റമർ പ്രയോറിറ്റി ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ രണ്ട് കസ്റ്റമർ എന്ന് പറയുന്നത് അത്യാവശ്യം വയസ്സായ രണ്ട് അമ്മച്ചിമാരാണ്. ഒരു 60 വയസ്സിന്റെ മേലെ, 65 വയസ്സിന്റെ മേലുള്ള രണ്ട് ആൾക്കാരാണ്. അതിൽ ഒരാൾ വീട്ടമ്മയാണ്, ഒരാൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതില് ആദ്യത്തെ ആള് എല്ലാ ദിവസവും നമ്മുടെ കടയിലേക്ക് വരും. ആഴ്ചയിൽ എല്ലാ ദിവസവും ഒരു രണ്ടോ മൂന്നോ ദിവസം വരും. ആള് വരും, നല്ലൊരു പർച്ചേസ്. ആള് ചിലപ്പോ ഒന്നാമത്തെ രണ്ടാമത്തെ 6 മണിക്ക് കട തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ രണ്ടാമത്തെ കസ്റ്റമറായിട്ട് പുള്ളിക്കാരി ഉണ്ടാവും. വരുന്നു, ആള് സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ വാങ്ങിക്കും, പോകും. അങ്ങനെ നമ്മുടെ കട തുടങ്ങിയ ടൈമിൽ, ഞാൻ അവിടെ ഉള്ള ടൈമിൽ, ആദ്യം നമ്മൾ ആളെ ഗ്രീറ്റ് ചെയ്യും, മെല്ലെ തിരിച്ച് നമ്മൾ ഗ്രീറ്റ് ചെയ്യും, ആളുള്ള കാര്യം കഴിഞ്ഞ് ബില്ല് ചെയ്ത് പോകും. അപ്പൊ മെല്ലെ മെല്ലെ സംസാരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ തുടങ്ങി നല്ല രീതിയിൽ സംസാരിച്ചു. നല്ല നല്ല രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരും കുറച്ചേശ്ശെ കുറച്ചേശ്ശെ നമ്മുടെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കാനും, നമ്മുടെ പേര് പഠിച്ച്, എന്റെ പേര് അനൂപ് ജോയ് എന്നാണ്. അപ്പോൾ ആൾക്ക് അനൂപ് ജോയ് എന്ന് ആള് പറയില്ല, അനൂപ് എന്ന് വിളിക്കില്ല, ആൾ എന്നെ എജെ എന്ന് വിളിക്കും. അപ്പോൾ എജെ എന്ന് വിളിച്ച് എന്നോട് വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പോകെ പോകെ ആളുടെ കുടുംബത്തെ കാര്യങ്ങൾ, എന്റെ കുടുംബത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാനും ആളുടെ കുടുംബത്തെ കാര്യങ്ങൾ ചോദിക്കും, എല്ലാ കാര്യങ്ങളും പറയും. ആഹ് നമുക്ക് ഇച്ചിരി വിഷമമുള്ള കാര്യങ്ങളൊക്കെയാണ് അത് ആളുടെ അടുത്തുനിന്ന് കേൾക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ നമുക്ക് ആവുന്ന രീതിയിൽ നമ്മൾ ആളെ സമാധാനിപ്പിക്കും. ചില സമയത്ത് ആള് സങ്കടപ്പെട്ട് ആകെ ഒരു വിങ്ങിപ്പൊട്ടുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ 40 ദിവസം ഞാൻ എന്റെ വെക്കേഷന് പോയി. തിരിച്ച് ഞാൻ വന്നു. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ എന്റെ കൊളീഗിനോട് ചോദിക്കും, "മേജ എവിടെ?" അപ്പൊ പറയും, ഇങ്ങനെ വെക്കേഷന് പോയതാണ്. വെക്കേഷന് പോയി ഞാൻ തിരിച്ചു വന്നു. ആള് നമ്മളെ വെൽക്കം ചെയ്തത്, എന്നെ വെൽക്കം ചെയ്തത് നല്ലൊരു ഹഗ്ഗോട് കൂടിയിട്ടാണ് ആള് വെൽക്കം ചെയ്തത്. "ആ, നീ വന്നൂല്ലേ? നീയായിരുന്നു ഇവിടെ സംസാരിക്കാനായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത്" എന്നുള്ള രീതിയിൽ ആള് പറയുന്ന, "മറ്റാരെക്കാട്ടും കൂടുതൽ ഞാൻ നിന്നോട് സംസാരിക്കും." ശരിയാണ്, അവിടെ വേറെ കസ്റ്റമർ ഒന്നുമില്ല. ഞാനും ആള് തമ്മിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിടയിൽ നല്ലൊരു സംസാരം അവിടെ ഉണ്ടാവും. പല ആളുടെ വിഷമങ്ങളാണ് ഏറ്റവും കൂടുതലും പറയണേ. സന്തോഷമുള്ള കാര്യങ്ങളൊന്നല്ല നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. ഏറ്റവും വിഷമങ്ങള്, കാര്യങ്ങള് അത് മറ്റുള്ളവരോട് പറയാനായിട്ട് ആൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആരും കുടുംബത്തിലോ അല്ലെങ്കിൽ ആരും കേൾക്കാനായിട്ടില്ലാത്തതുകൊണ്ട് കേൾക്കുന്ന ഒരാളോട് മനസ്സ് തനിയെ തുറന്നു പോകുന്ന ചില വ്യക്തികളുണ്ട്. അപ്പൊ എസ് എ മാർട്ടീസ് അവർക്കും നമ്മളെ എന്താ പറയാ, മനസ്സ് തുറന്ന് സംസാരിക്കാനൊക്കെ അവർക്കും താല്പര്യമുള്ള ആൾക്കാരാണ്. അതില് അങ്ങനെ ഒരു അമ്മച്ചി. പിന്നത്തെ ഒരു അമ്മച്ചി വയസ്സായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു. ഒരു കമ്പനിയിലെ അത്യാവശ്യം ഉയർന്ന ഒരു പൊസിഷനിൽ ഇരുന്നിട്ടാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു അമ്മച്ചിയാണ്. ഇവിടുത്തെ ഒരു ബാങ്കിലത്തെ ഒരു സിഇഒ അങ്ങനെയൊക്കെ ഒരു പദവിയിലേക്ക് ആയിരുന്നു പുള്ളിക്കാരി. അതിനുശേഷം അവിടുന്ന് റിട്ടയർ ആയി. ഇങ്ങനെ വീട്ടിലിരിക്കാൻ മടിയായതുകൊണ്ട് വീണ്ടും ഒരു കമ്പനിയിൽ ഇതുപോലെ വർക്ക് ചെയ്യും. അപ്പൊ പുള്ളിക്കാരി എല്ലാ ദിവസവും വരും. പുള്ളിക്കാരിക്ക് എന്തെങ്കിലും രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാനായിട്ട് അത് എല്ലാ ദിവസവും നമ്മുടെ കടയിലേക്ക് വരും. അപ്പോ കാണുമ്പോ നമ്മളോട് വർത്താനൊക്കെ പറയും. അത് പെട്ടെന്ന് ഇതുപോലൊന്നുമല്ല. അത് പെട്ടെന്ന് വന്ന് മിങ്കിളായി നമ്മുടെ അടുത്ത്. എവിടെയാണ് എന്താന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പെട്ടെന്ന് മിങ്കിളായി. എന്റെ കൊളീഗാണ് പുള്ളിക്കാരൻ എനിക്ക് പരിചയപ്പെടുത്തി തരണത്. കാരണം എന്റെ കൊളീഗിന് എന്നെക്കാളും മുമ്പുള്ള പരിചയമുണ്ട്. അങ്ങനെ പോകെ പോകെ ആളൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല്, ആൾക്ക് അങ്ങനെ കാണേണ്ട ഒരു കാര്യമില്ല. ആള് നമ്മളെ ട്രീറ്റ് ചെയ്യണ സ്വന്തം മകനെ പോലോടെ ഇങ്ങനെ സംസാരിക്കണേ. ഇതുപോലെ തന്നെ ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആൾക്ക് ചെറിയൊരു സുവനീർ കൊണ്ട് കൊടുത്തു. ചെറിയൊരു ഗിഫ്റ്റ്. അപ്പൊ ആൾക്കൊക്കെ അത് വളരെ സർപ്രൈസ്ഡ് ആയി. കാരണം നീ നമ്മൾ ഓർത്തൂലോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. കാരണം മാൾട്ടീസുകാർ പൊതുവെ നമ്മളെ എല്ലാരും എന്ന് പറയാം അപ്പൊ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എങ്കിലും കാണുന്ന ആൾക്കാർ അത്ര അവർക്ക് ഒരിക്കലും അവരുടെ ഗാങ്ങിലേക്ക് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള പോലെ പലർക്കും ഇതിനൊരു തിരിച്ചഭിപ്രായം ഉണ്ടായിരിക്കാം. എങ്കിൽ കൂടെ അപ്പൊ നമ്മളോട് പെരുമാറുന്ന രീതി കൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അവർക്ക് ഒരു സുവനീർ വാങ്ങിച്ചു കൊടുത്തു. അത് അവർക്ക് സന്തോഷമായി. എന്നൊക്കെ വെൽക്കം ചെയ്തത് നല്ലൊരു ഹഗ്ഗിലൂടെയാണ് വെൽക്കം ചെയ്തത്. അപ്പൊ അങ്ങനെയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല്, അദ്ദേഹം വയസ്സായിട്ടുള്ള ആളൊന്നുമല്ല. എന്നാലും അത്യാവശ്യം ഒരു പ്രായമുള്ള ഒരാളെന്ന് പറയാം നമുക്ക്. അധികം പ്രായമായിട്ടില്ല. ആൾക്ക് സ്വന്തമായിട്ടൊരു കമ്പനിയുണ്ട്, മെയിൻ്റെനൻസ് കമ്പനിയാണ് മാട്ടയിൽ. അപ്പൊ ആളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നത് കൂടുതലും മലയാളികളാണ്. അപ്പൊ ആള് നമ്മളോട് വന്ന് പറഞ്ഞത്, ആള് ഇംഗ്ലീഷിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത്, നിങ്ങൾ മിടുക്കന്മാരാണെന്നാണ് പറഞ്ഞത് നമ്മളെ അടുത്ത്. നിങ്ങൾ മലയാളികൾ മിടുക്കന്മാരാണ്. കാരണം നിങ്ങളോട് ഒരു പണി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊച്ചുകുട്ടികളെ കൊണ്ട് കൈ പിടിപ്പിച്ച് പണിയിപ്പിക്കേണ്ട കാര്യമുണ്ട്. ഇതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടറിഞ്ഞ് അത് എങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും, അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാനായിട്ട് പറ്റും, അത് ചെയ്തു തീർക്കും. എന്റെ അടുത്ത് 14 പണിക്കാരുണ്ട്, അതായത് മലയാളികൾ. ഞാൻ അവരെ പൊന്നുപോലെ കൊണ്ട് നടക്കണം. കാരണം എനിക്ക് ടെൻഷൻ ഇല്ല. ഒരു പണി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർ ചെയ്ത് പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. ബാക്കി അവരോട് ഞാൻ പറയും, പണി കഴിഞ്ഞ് നിങ്ങൾ റൂമിൽ പോയിക്കോ. അതിലൊരു 8 മണിക്കൂർ എന്നുള്ള കണക്കൊന്നുമില്ല. ഞാൻ കൊടുത്ത എന്റെ ജോബ് ഈ പറഞ്ഞ ആൾക്കാർക്ക് ഓരോ സൈഡിലേക്ക് ഓരോരുത്തരെ പറഞ്ഞു വിടുന്നു. അതായത് ടീമായിട്ട് പറഞ്ഞു വിടുന്നു.
പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണോ ആ പറഞ്ഞ പണി തീരുന്നത്, അപ്പൊ അവര് തിരിച്ചു പോകും. അങ്ങനെയാണ്. അപ്പൊ അവര് അത്രയും ഭംഗിയായിട്ടാണ് നടക്കണത്. കാരണം ഇതേ സെയിം കമ്പനിയിൽ മറ്റുള്ള രാജ്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവൻ ആള് പറയണ ആൾക്ക് മാൾട്ടീസുകാരോടൊപ്പം വർക്ക് ചെയ്യാൻ ആൾക്ക് താല്പര്യമില്ല. മനസ്സിലാവണം. കാരണം അവരായാലും മറ്റുള്ള രാജ്യക്കാരായാലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് പണി തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് പോകണം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സിഗരറ്റ് വലിക്കാനായിട്ട് പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചായ കുടിക്കാനായിട്ട് പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇത് ഒന്ന് രണ്ട് ആൾക്കാരുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്. അതല്ലാതെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മളെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരുണ്ട്. ഇതേ സമയത്ത് നമ്മളെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തിരിച്ച് ഗ്രേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എങ്ങനെ ഒരാളോട് പെരുമാറുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്ന റിസൾട്ട്. അപ്പോ ആർട്ട് 5ന്റെ ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ്. എല്ലാവരും ഇത് കേൾക്കുക. ഞാൻ എന്താണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിൽക്കേണ്ട അനുഭവങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ സെന്റൻസിൽ പരമാവധി പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നമസ്കാരം.